ഈ ഡിസ്കഷനിൽ ഷാനവാസ് വളരെ രീതിയിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടു. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അതിന് ഒരു റീസൺ എന്നുള്ളത് ആദിലേയും കൂടിയാണ്. ആദില തിരിച്ചറിഞ്ഞു അത് പ്രൈവറ്റ്ലി വെച്ചാ മതിയായിരുന്നു, അത് പറയണം എന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? കയ്യിന്ന് പോയെന്ന് തോന്നിയ മൊമെന്റിൽ ഒരു സോറി അല്ലെങ്കിൽ അതൊരു റിയലൈസേഷൻ വന്നു. അത് വലിയ കാര്യമാണ്. അതേപോലെ ഞാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു പേര് എനിക്ക് വീണ് കിട്ടിയത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ നീയാണ് ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. 110 KV ഷോക്ക് അടിച്ച് വരണ്ട് കരിവാളിച്ചതുപോലെ ആയില്ലേ വീരഭദ്രൻ നായർ. പുള്ളിയുടെ അടുത്ത് പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത്, അല്ലാതെ ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഷാനവാസ് പറഞ്ഞതല്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? എന്താ ഉറക്കം വരുന്നു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. നീയൊക്കെ അഭിലാഷിനോട് കളിച്ച ഡബിൾ പ്ലേ ഉണ്ടല്ലോ. എന്തായാലും തന്നെ പൊക്കി. ഇനി നിന്ന് മെഴുകാതെ ഉള്ള കാര്യം പറ. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അഭിലാഷിനെ കയ്യിൽ ഓർത്തണ്ട, നിന്റെയൊക്കെ അണ്ടർ പ്ലേ എന്നാ പറഞ്ഞത്. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഞാൻ അവരെ ഈ നെഞ്ചിലാണ് കൊണ്ടുവരുന്നത്, എന്റെ പെങ്ങന്മാരെ പോലെ. മഞ്ഞപ്പിത്തം പിടിച്ചവരൊക്കെ മഞ്ഞയായിട്ടല്ലേ തോന്നുന്നു. എന്റെ പെങ്ങളുട്ടികളെ പോലെ. ആ വിശ്വാസം അവര് തെറ്റിച്ച് അവര് സ്വാർത്ഥരാണ്. ഒരു മനുഷ്യനെ മനഃപൂർവ്വം ചതിക്കുന്നതിനേക്കാൾ വലിയൊരു നീചപ്രവൃത്തി ഈ ലോകത്ത് വേറെ ഇല്ല.